ഹലോ ഫ്രണ്ട്സ്, ഇന്ന് സ്ക്വിഷിയാണ് മേടിച്ച് വന്നത്. അപ്പോൾ ഇന്ന് കമൻറ്റിൽ ഒരാൾ പറഞ്ഞിരുന്നു സ്ക്വിഷി ഒന്ന് ഉണ്ടാക്കാമോ എന്ന്. അപ്പം ഞാൻ ഉണ്ടാക്കാനാണ് ഈ വീഡിയോ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത്. ആദ്യം തന്നെ ഞാൻ ഈ സ്ക്വിഷിക്ക് വേണ്ടിയുള്ള മെറ്റീരിയൽസ് പറയാം. ഒരു വൈറ്റ് പേപ്പർ, സിസർ, സ്കെച്ച് ഓർ ക്രയോൺസ്, പിന്നെ സിസർ, പെൻസിൽ, സെല്ലോ ടേപ്പ്, പിന്നെ സോഫ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ടൂയിലുള്ള നമ്മുടെ പാവയിലൊക്കെ ഉള്ള പഞ്ഞി അതായാലും മതി. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു വൈറ്റ് പേപ്പർ എടുത്ത് വയ്ക്കാം. വൈറ്റ് പേപ്പർ ഇത് നമ്മുടെ ഒരെണ്ണം ഞാൻ വലുതും ചെറുതും ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് സൈസ് വേണോ അത്രയും സൈസിലുള്ള എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര വലുതാണെങ്കിൽ അതെടുക്കാം. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, പാവയുടെ ആ സ്പോഞ്ച് കൊണ്ട് ആ പഞ്ഞി അത് വേണം, എന്നാലേ പറ്റുന്നുള്ളൂ. നമുക്കിതിൽ മെയിൻ സെല്ലോ ടേപ്പും സ്പോഞ്ചും അതുമാണ്. അപ്പം ആദ്യം നിങ്ങളുടെ പേപ്പർ എടുക്കുക. ഈ പേപ്പർ എടുത്ത് ഞാൻ ഇത്രയും കട്ട് ചെയ്യുന്നുള്ളൂ. എനിക്ക് അത്രയും ആവശ്യമുള്ളൂ. നിങ്ങൾക്ക് ഇനി വലുതായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ഫുള്ളും ആയിട്ട് എടുക്കാം. എനിക്കതിന് പകുതി മതി, അതുകൊണ്ട് ഞാൻ പകുതി കട്ട് ചെയ്തു. അതിന് ശേഷം അതിൽ ഒന്നെടുത്ത് മാറ്റുക. ഇത് നമ്മുടെ സെല്ലോ ടേപ്പ് ഒട്ടിക്കുന്ന മുമ്പേ നമ്മൾ വരയ്ക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പടം വരയ്ക്കാം കേട്ടോ. നിങ്ങൾക്ക് കുറേ കവായി സ്റ്റിക്കേഴ്സ്, അപ്പോൾ അതിലൊക്കെ ഉള്ള ആ പടങ്ങളൊക്കെ നിങ്ങൾ വരയ്ക്കുന്നില്ലേ, അതേപോലെ നിങ്ങൾക്ക് ഏത് വേണം പടം വരയ്ക്കുന്നത്. അതിവിടെ സിമ്പിളായിട്ടുള്ള ഒരു പടം വരയ്ക്കുന്നത്. സിമ്പിൾ എൻ്റെ മനസ്സിൽ തോന്നി അതിന് വരച്ചു. ഞാനിവിടെ സിമ്പിളായിട്ടുള്ള ഒരു പൂച്ചക്കുട്ടിയാണ് എൻ്റെ മനസ്സിൽ തോന്നിയപ്പോൾ വരച്ചത് കേട്ടോ. അപ്പം ഞാൻ അത് വരയ്ക്കുകയാണ്. നോക്കിയാൽ ഒരു സിമ്പിൾ നമുക്ക് ഒരു കണ്ണ്, ഒരു വാ, പിന്നെ അതിൻ്റെ ഒരു പൂച്ചയുടെ ഒരു ഫേസ് അത് വരച്ചെടുക്കാം. നമുക്ക് സ്കെച്ച് അല്ലെങ്കിൽ ക്രയോൺസ് യൂസ് ചെയ്യാം. ഞാനിവിടെ സ്കെച്ചാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അത് ഞാനിങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ പൂച്ചക്കുട്ടിയുടെ ടങ്ക് വരയ്ക്കാൻ മറന്നുപോയി. പിന്നെ ലാസ്റ്റ് സ്കെച്ച് വെച്ചാണ് വരച്ചത്. ഞാൻ പെൻസിൽ വെച്ച് വരയ്ക്കാൻ പറഞ്ഞ കാര്യം തെറ്റണമെങ്കിൽ മായ്ക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്. അപ്പം ഞാൻ സ്കെച്ച് യൂസ് ചെയ്യുന്നു. ആദ്യം തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന സ്കെച്ച് യൂസ് ചെയ്യുന്നത് ബ്ലാക്കാണ്. ബ്ലേക്ക് ആ കണ്ണിൽ മാത്രമല്ല, ബാക്കി എല്ലാ ബോർഡറും എല്ലാം ഞാൻ ബ്ലാക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ ഒരു ടെസ്റ്റിന് വേണ്ടി ഗ്രീൻ പരീക്ഷിച്ച് നോക്കി, പക്ഷേ കൊള്ളില്ല എന്ന് മനസ്സിലായി. ഉടനെ തന്നെ മാറ്റി ബ്ലാക്ക് എടുത്തു. ഞാൻ ചില പൂച്ചയ്ക്ക് ഗ്രീൻ കണ്ണുണ്ടല്ലോ, അപ്പോൾ അത് വരയ്ക്കാനാണ് ഞാൻ നിന്നത്. അപ്പം മനസ്സിലായി അത് കൊള്ളാമെന്ന്. അപ്പം തന്നെ മാറ്റി ബ്ലാക്ക് എടുത്തിട്ടുണ്ട്. ഞാൻ എല്ലാം ബ്ലാക്ക് വെച്ച് ഒന്ന് ചെയ്യണം. ഇങ്ങനെ വരച്ചതിന് ശേഷം നമ്മുടെ കളർ ചെയ്യണം കേട്ടോ. ആ കളറെന്ന് പറയുമ്പോൾ അത് ഫുൾ അടിക്കത്തില്ല. നമ്മൾ ആ ചെവിയിൽ അകത്തുള്ള അതും, പിന്നെ ആ മൂക്കും, പിന്നെ ടങ്കും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കത് കളറടിക്കാം. ആദ്യം തന്നെ ഞാനൊരു പിങ്ക് എടുത്തിട്ടുണ്ട്. ഡാർക്ക് പിങ്ക് അല്ല, റോസ് പോലത്തെ അല്ല, അത് നിങ്ങൾക്ക് ക്യാമറ കാണാൻ പറ്റുന്നതാണ്. ഒരു ലൈറ്റ് പിങ്ക് ആണ്, വളരെ ലൈറ്റും അല്ല. പിന്നെ ഞാൻ
മൗത്തിൽ പിന്നീടാണ് ഓർമ്മിച്ചത്. അപ്പോൾ മൗത്തിൽ ഞാനൊരു റെഡും അല്ല, ഒരു റോസ് പോലത്തെ കളറാണ് കേട്ടോ, അത് യൂസ് ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ചെയ്യാനുള്ളത് നമ്മൾ ഇതിങ്ങനെ കണ്ടോ, ഇങ്ങനെയായി. ഇനി നമ്മൾ ഇതിൽ സെലോ ടേപ്പ് അത് നമ്മൾ ഇത് മുഴുവനും ഒട്ടിക്കണം എന്ന് പറയൂല, മുഴുവനും ഒട്ടിക്കണ്ട. നമുക്കിത് ഇതിൽ ഒരു ഭാഗം നമുക്ക് തുറന്നിരിക്കണം. അതിൻ്റെ അകത്ത് വേണം നമ്മൾ മറ്റേ പാവയുടെ പഞ്ഞി അത് വെക്കേണ്ടത്. ആ പഞ്ഞി വെച്ചതിന് ശേഷമാണ് നമ്മൾ ഈ സെല്ലോ ടേപ്പ് വെച്ച് അടയ്ക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഫുൾ ഒട്ടിക്കണം എന്ന് വെച്ചാൽ ഒരു സൈഡ് ഒഴിവാക്കണം. ഞാൻ ആ പൂച്ചയുടെ ചെവി ഉണ്ടല്ലോ, ആ ചെവിയുടെ മുകളിലുള്ള ആ ഭാഗമാണ് ഞാൻ ഒഴിവാക്കുന്നത്. ബാക്കി എല്ലാ ഭാഗത്തും ഞാൻ ഒട്ടിക്കുന്നുണ്ട്. ഒട്ടിക്കണം എന്ന് പറയുമ്പോൾ നമുക്കിത് കാണിച്ചു തരാം ഈ വീഡിയോയിൽ. ഇങ്ങനെയാണ്. അതേപോലെ രണ്ട് സൈഡും നമ്മൾ അടഞ്ഞുള്ള ഭാഗമായിരിക്കണം. അതിൽ ഒരു ഭാഗം മാത്രമായിരിക്കണം തുറന്നിരിക്കേണ്ടത്. കണ്ടില്ലേ, അതിപ്പോൾ ഒരു സൈഡ് കുറച്ച് പകുതി അടങ്ങിയിട്ടുണ്ട്. ഇനിയും ഉണ്ട്. കണ്ടോ? ഇനി കണ്ടില്ലേ, ഒരു സൈഡ് മാത്രം. ബാക്കിയെല്ലാം നമ്മൾ സെല്ലോ ടേപ്പ് വെച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, അടച്ചിട്ടുണ്ട്. അതിൽ ഒരു സൈഡ് മാത്രം നമ്മൾ തുറന്നു. ഇനിയാണ് നമുക്കിതിൻ്റെ അകത്ത് നല്ല മറ്റേ പാവയുടെ, നിങ്ങൾ പാവയുടെ പഞ്ഞി എടുക്കുമ്പം പുതിയതൊന്നും എടുക്കരുത് കേട്ടോ. എന്ന് വെച്ചാൽ പുതിയ നിങ്ങളിപ്പോൾ തന്നെ വാങ്ങിച്ചുകൊണ്ട് വെച്ചിങ്ങനെ പാവയൊന്നും എടുക്കല്ലേ. ഇത് വാങ്ങിക്കാൻ ചിലപ്പോൾ കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഴയ ഉപയോഗമില്ലാത്ത പാവകളിൽ നിന്ന് നമുക്ക് കയറി എടുക്കാം, മുറിച്ചെടുക്കാം. അല്ലാത്തത് പുതിയ പാവയൊന്നും എടുക്കല്ലേ. അങ്ങനത്തെ നമ്മുടെ പഴയ നമുക്ക് ആവശ്യമില്ലാത്ത പാവകളുണ്ടല്ലോ, അതിൻ്റെ അകത്തൊക്കെ ഈ പഞ്ഞിയായിരിക്കും വെച്ചിരിക്കുന്നത്. ഇതെടുക്കുക. എടുത്തതിന് ശേഷം നമുക്ക് കുറച്ചും കൂടെ എല്ലാ മൂലയ്ക്കും നോക്കണം ഇത് കയറുന്നുണ്ട്. നമ്മൾ കൈ വെച്ച് ജസ്റ്റ് ഒന്ന് എല്ലാ സ്ഥലത്തും ഒന്ന് ആക്കി കൊടുക്കണം. അതിന് ശേഷം നമുക്ക് സെല്ലോ ടേപ്പ് ഒട്ടിക്കാം. കണ്ടോ, ആ ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം, സെല്ലോ ടേപ്പ് ഒട്ടിക്കാം. ഞാനിപ്പോൾ സെല്ലോ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി തുറന്നിരിക്കുന്ന അവിടെ അവിടെയൊക്കെ ചെറുതായിട്ട് തുറന്നിരിക്കുന്നുണ്ട്. ആ സ്ഥലത്തൊക്കെ ഞാനൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാ ഭാഗത്തും ഒന്ന് അടഞ്ഞു. ഇനിയിപ്പം ഞാൻ ഫുൾ അരച്ചിട്ടുണ്ട്. ഇനിയൊന്നുമില്ല. ഇപ്പം തന്നെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് പ്രസ് ചെയ്ത് നോക്കണം. അപ്പോൾ സ്ക്വിഷി സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ഓക്കെ. നിങ്ങൾക്ക് പ്രസ് ചെയ്യുമ്പോൾ വല്ലതും എന്തെങ്കിലും അകത്തെന്തെങ്കിലും ഇരിക്കുന്നതൊക്കെ ഹാർഡായിട്ട് ഇങ്ങനെ തോന്നണമെങ്കിൽ, അഥവാ നിങ്ങൾക്കങ്ങനെ തോന്നണമെങ്കിൽ നിങ്ങൾ, എനിക്കങ്ങനെ തോന്നിയില്ല, പക്ഷേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തന്നതാണിത്. ഒരു പിന്ന് എടുക്കണം, പിന്നെ യൂസ് ചെയ്യണം. ആ പിന്ന് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഒരു സൈഡിൽ കുത്താം. ഒരു സൈഡിൽ കുത്തിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സൈഡിൽ കുത്തിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ, എന്നിട്ട് ആവുന്നില്ലെങ്കിൽ ഞാൻ 4 സൈഡിൽ കുത്താം. ഞാൻ 4 സൈഡിൽ കുത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. എനിക്ക് സൗണ്ട് വരുന്നുണ്ടായിരുന്നു അല്ലെങ്കിലും, പക്ഷേ ഞാൻ ഒന്നും കൂടെ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തന്നു.
അപ്പോൾ കുറച്ചും കൂടി സൗണ്ട് ഉണ്ടായിരുന്നു. പിന്നെ നല്ല സോഫ്റ്റും ആയിരുന്നു. എയർ വെളിയിൽ പോകുന്നുണ്ടായിരുന്നു. നല്ല പ്രസ് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ഓക്കെ ആയിക്കോട്ടുള്ളൂ. ഇപ്പോൾ രണ്ടും ഓക്കെ. അപ്പം ഞാൻ ഇപ്പോൾ 3 സ്ക്വിഷി ഉണ്ടാക്കിയിട്ടുണ്ട്. കുറേ സ്ക്വിഷി ഉണ്ടാക്കിയിട്ടുണ്ട്. അതെന്നെ അനിയന്മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ എനിക്ക് 3 ഉണ്ട്. അപ്പോൾ വേറെ എന്തെങ്കിലും ഉണ്ടാക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞാൽ മതി, ഞാൻ ഉണ്ടാക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്ക്വിഷി വീഡിയോ. ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.